ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ VSSയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് ആ കേസ് തെളിയിക്കാൻ സ്വർണം കട്ടുകൊണ്ടുപോയത് എത്രത്തോളം തിരിച്ചു കൊണ്ടുവന്നത് ഒറിജിനൽ ആണോ അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണത്തിന് ആ VSSയിൽ നടത്തിയ പരിശോധനാ ഫലം വളരെ നിർണായകമാണ്. പക്ഷേ അതിൽ ഇപ്പോൾ ചില സംശയങ്ങൾ മുന്നോട്ട് വരികയാണ്. അതായത് കേസിനാസ്പദമായ തെളിവായി VSSയുടെ റിപ്പോർട്ട് പരിഗണിക്കാൻ കഴിയുമോ എന്നതിലാണ് ആശയക്കുഴപ്പമുള്ളത്. ലഭിച്ച റിപ്പോർട്ടിലും ശാസ്ത്രജ്ഞരുടെ മൊഴികളിലുമുള്ളത് കേസിന് ബലമാകാത്ത വിവരങ്ങളാണ്. ഈ റിപ്പോർട്ട് ഉൾപ്പെടുത്തി കുറ്റപത്രം നൽകുന്നതിലും ആശയക്കുഴപ്പമുണ്ട്. കുറ്റപത്രം വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ VSS റിപ്പോർട്ടിലെ വ്യക്തത കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, എന്താണ് ആശയക്കുഴപ്പം? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി SIT പ്രതീക്ഷിച്ചിരുന്നത് VSCയിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ്. സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഈ VSCയിൽ നിന്നുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി അനുമാനിക്കാൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് തിരിച്ചടി ഏറ്റിരിക്കുകയാണ്, മങ്ങലേറ്റിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും എടുത്തുകൊണ്ടുപോയ പാളികൾക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായ ഒരു വിവരം നൽകാൻ VSCയിലെ പരിശോധനയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുറ്റപത്രം വൈകുന്നതിന്റെ പ്രധാന കാരണം ഈ VSC റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമാണ്. കാരണം VSC നേരത്തെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സീൽഡ് കവറിൽ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞിരുന്നത് ഈ VSCയുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അത് പൂർണ്ണമായും സാങ്കേതികമായ കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ശബരിമലയിലെ യഥാർത്ഥ പാളികൾ അപ്പാടെ മാറ്റി പുതിയ പാളികൾ വന്നു എന്ന നേരത്തെയുള്ള നിഗമനം വെക്കുന്നതാണ് എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് കോടതി എത്തിയത്. പിന്നീട് അതിന്റെ കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി ഈ പരീക്ഷണം നടത്തിയ അല്ലെങ്കിൽ പരിശോധനകൾ നടത്തിയ ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ SIT മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ ശാസ്ത്രജ്ഞർ നൽകുന്ന മൊഴി അനുസരിച്ച് കൃത്യമായി അങ്ങനെ പാളികൾ മാറ്റിയോ അതല്ല ആ പഴയ പാളിയിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്തതാണോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിലയിരുത്തലിലേക്ക് പോകാൻ കഴിയില്ല എന്ന രീതിയിലുള്ള മൊഴി ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം നമുക്കറിയാം ഈ നേരത്തെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് കോടതി തന്നെ ഉത്തരവിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് പഴയ പാളികളിൽ മെർക്കുറി കണ്ടന്റ് ഉണ്ടായിരുന്നു, നിക്കൽ കണ്ടന്റ് ഇല്ലായിരുന്നു. പക്ഷേ പുതിയ പാളികളിൽ മെർക്കുറി കണ്ടന്റ് ഇല്ല, പകരം നിക്കൽ കണ്ടന്റ് ആണുള്ളത്. നിക്കൽ കണ്ടന്റ് എന്ന് പറയുമ്പോൾ സാധാരണ ചെമ്പ് പാളികൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു നിക്കൽ കോട്ടിംഗ് അടിക്കാറുണ്ട്. അപ്പോൾ അത് ക്ലാവ് ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ളവർ സാധാരണ പറയുന്നത്. അപ്പോൾ പഴയ പാളികളിൽ മെർക്കുറി ഉണ്ടായിരുന്നത് പുതിയ പാളികളിൽ മെർക്കുറി ഇല്ലാതെ വരുമ്പോൾ അത് പാളികൾ അപ്പാടെ മാറ്റിയതാണോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷേ അങ്ങനെ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ പഴയ പാളികൾ തന്നെ ആകാം ഇപ്പോഴും ഉള്ളത്. അതിലെ സ്വർണം ഉരുക്കിയെടുത്ത ശേഷം ഈ പരിശോധന നടത്തിയ സമയത്ത് ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ തെളിവായിരിക്കും ഈ പരിശോധനാ റിപ്പോർട്ട്. എല്ലാത്തിലും ക്ലാരിറ്റി വരുത്തും ഈ പരിശോധനാ റിപ്പോർട്ട് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ് ഈ വ്യക്തത കുറവിന്റെ പ്രശ്നം? എന്താണ് പൂർണ്ണമായും എന്താണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് സംഭവിച്ചത് എന്നൊരു വ്യക്തത വരുത്താൻ SITക്ക് കഴിയുന്നില്ല. അങ്ങനെ വരുത്തിയാൽ മാത്രമേ ഇതൊരു സ്വർണ്ണക്കൊള്ളയാണോ അതാ സ്വർണ്ണപ്പാളികളുടെ കൊള്ളയാണോ എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് എന്താണ് യഥാർത്ഥ കുറ്റകൃത്യം എന്ന് ഒരു വിലയിരുത്തൽ ഉണ്ടായാൽ മാത്രമേ ചാർജ് ഷീറ്റ് നൽകാൻ കഴിയൂ. പ്രതികൾ എന്ത് ചെയ്തു, ശബരിമലയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്ന് മാത്രമാണ് SITക്ക് അറിയാവുന്നത്. കാരണം ഇപ്പോഴുള്ള പാളികളും 2019 വരെ ഉണ്ടായിരുന്ന പാളികളിലും തമ്മിൽ സ്വർണത്തിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നേരത്തെ ഇതുവരെയുള്ള SITയുടെ അനുമാനം എന്ന് പറയുന്നത് സ്വർണം പാളികൾ 98 ക്ലാഡ് ചെയ്തിരുന്ന സ്വർണ്ണപ്പാളികൾ അപ്പാടെ എടുത്തുകൊണ്ടുപോയി അതിനെ ദൈവമൂല്യത്തിന്റെ വിലയ്ക്ക് വിറ്റ് കാണും എന്നൊരു അനുമാനത്തിലായിരുന്നു അന്വേഷണം പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് ശബരിമലയിലെ പാളികൾ ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് ഞങ്ങൾ അതിലെ വലിയ ഭാഗം സ്വർണം എടുക്കുകയും കുറച്ച് മാത്രം എടുത്ത് പിന്നീട് അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. മാത്രമല്ല ഈ പ്രക്രിയയ്ക്ക് വേണ്ടി സ്വർണം സ്പോൺസർമാരിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു, അതും ഞങ്ങൾ തട്ടിയെടുത്തു എന്നുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അത് നേരത്തെ SIT വിശ്വസിച്ചിരുന്നില്ല. മാത്രമല്ല ഈ നഷ്ടപ്പെട്ട സ്വർണം റിക്കവർ ചെയ്യാൻ ഇതുവരെ SITക്ക് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ SITയുടെ അന്വേഷണ ദിശ മുഴുവൻ നീണ്ടത് യഥാർത്ഥ പാളികൾ മറ്റെവിടെയോ ഉണ്ട്, അതല്ലെങ്കിൽ ഈ ഉരുക്കിയ സ്വർണം റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്വർണം എന്തു ചെയ്തു. അപ്പോൾ അതിലൊരു കൃത്യത വരുത്താൻ ഇതുവരെ SITക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഈ ചാർജ് ഷീറ്റ് നൽകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക്, പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന സ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവന്ന പാളികൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടെത്താൻ കഴിയില്ലേ?
അതിലാണ് ഇപ്പോഴും ഒരു വ്യക്തത വരാൻ ഇപ്പോഴും കഴിയാതെ പോകുന്നത്. കാരണം നമുക്ക് അത്തരം പരിശോധനകൾ സാധാരണഗതിയിൽ ഫോറൻസിക് ലാബിലൊക്കെ പരിശോധിക്കേണ്ടതിന് പകരം ഏറ്റവും സങ്കീർണമായ പരിശോധനകൾ തന്നെ നടത്താൻ ഏറ്റവും തെറ്റില്ലാത്ത രീതിയിൽ പരിശോധനാ ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ISROയുടെ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ മെറ്റലർജി വിഭാഗത്തെ തന്നെ ഈ പരിശോധന ഏൽപ്പിച്ചത്. ശബരിമലയിൽ നിന്ന് ഇപ്പോൾ അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ദ്വാരപാലക പാളികളിലെ സ്വർണത്തിന്റെ സാമ്പിളും പാളികളുടെ സാമ്പിളും ഒപ്പം പണ്ട് നേരത്തെ 98-ൽ ക്ലാഡ് ചെയ്തിരുന്ന സ്വർണത്തിന്റെ സാമ്പിളും ഒക്കെ ശേഖരിച്ചാണ് പരിശോധനയ്ക്ക് അയച്ചത്. മാത്രമല്ല ഏതാണ്ട് 2 മാസം ആ പരിശോധന നീണ്ടു. പരിശോധനാ ഫലം നീണ്ടത് തന്നെയാണ് ഈ അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ വലച്ചത്. VSCയിൽ നിന്നുള്ള പരിശോധനാ ഫലം എന്താണെന്ന് SITക്ക് കണ്ടെത്താൻ കഴിയാതെ വരികയാണെങ്കിൽ കുറ്റപത്രം എങ്ങനെ സമർപ്പിക്കും? കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ മുരാരി ബാബുവിന് പിന്നാലെ അടുത്തത് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്തതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇപ്പോൾ വലിയ വീഴ്ചയായി സംഭവിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളൊരു കൃത്യതയിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിയൂ. ആ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് സംബന്ധിച്ചാണ് ഇന്നലെ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം. എന്തുകൊണ്ടാണ് കുറ്റപത്രം വൈകുന്നത്? ഇനിയും വൈകിയാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിപ്പോകട്ടെ എന്നാണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഇതാ ഒരു പ്രതിക്ക്, പ്രധാനപ്പെട്ട ഒരു പ്രതിക്ക്, മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം കുറ്റപത്രം നൽകാത്തതുകൊണ്ട് 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തതുകൊണ്ട് ആ ജാമ്യം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഊഴമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ 90 ദിവസത്തിനകം ജാമ്യം ലഭിക്കാത്തതുകൊണ്ട് കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. ഇനി ദ്വാരപാലക പാളികളിൽ അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും 90 ദിവസമാകും. ആ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസമാകും. അപ്പോൾ അതിലും ആ കേസിലും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ സ്വാഭാവികമായ ജാമ്യം എന്നുള്ള ആനുകൂല്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കിട്ടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിന്റെ ഈ സംഭവത്തിന്റെ എല്ലാം മുഖ്യ ആസൂത്രകൻ എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പ്രധാന പ്രതി തന്നെ പുറത്തേക്ക് വരുമ്പോൾ അത് പിന്നീട് വലിയ തിരിച്ചടി, മൊഴിമാറ്റങ്ങളിലടക്കം കേസിന് വലിയ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ദിശ എങ്ങോട്ടാണ്? എന്തുകൊണ്ടാണ് കുറ്റപത്രം വൈകുന്നത്? അത് VSCയുടെ റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അന്വേഷണ സംഘം പ്രതീക്ഷിച്ചിരുന്ന ആ VSCയുടെ റിപ്പോർട്ടിലുള്ള ആശയക്കുഴപ്പം തന്നെയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ക്ലാരിറ്റി വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന പാളികൾ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ എങ്ങനെയാണ് ഇപ്പോൾ SITക്ക് കഴിയുക? അനന്തൻ, ഈ പരിശോധനാ ഫലത്തിൽ കൂടി അതിന് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ സങ്കീർണമായ, അതല്ലെങ്കിൽ എന്താണ് ഇനി അടുത്ത പോംവഴി എന്ന നിലയിലേക്ക്. കാരണം കൂടുതൽ പരിശോധനകൾ നടക്കട്ടെ എന്ന് കഴിഞ്ഞ ഉത്തരവിൽ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചതാണ്. ഇനി മറ്റു കൂടുതൽ പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട് ഇനി വീണ്ടും നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും അന്വേഷണം നീണ്ടുപോകും. ഏതായാലും നിലവിലുള്ള അന്വേഷണം വെച്ചുകൊണ്ട് ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ച് സ്വർണം റിക്കവറി ചെയ്യാത്ത സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പിന്നീട് നടത്താം എന്നൊക്കെയുള്ള തീരുമാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും VSCയുടെ പരിശോധനാ ഫലം സ്വർണം എന്ത് ചെയ്തു, അത് ഉരുക്കിയെടുത്തതാണോ അതോ പഴയ പാളികൾ അപ്പാടെ മാറ്റിയതാണോ, അക്കാര്യത്തിലൊരു ക്ലാരിറ്റി ആയിരുന്നു VSCയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് SIT പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിലൊരു നിസ്സംശയമായ ഒരു തീർപ്പിലേക്ക് എത്താൻ VSC റിപ്പോർട്ടിന് കഴിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം VSC റിപ്പോർട്ട് കോടതിയിൽ ലഭിച്ചപ്പോൾ കോടതി തന്നെ വിലയിരുത്തിയത് ഇത് പാളികൾ മാറ്റി എന്ന നിഗമനം ശരിവെക്കുന്നതാണെന്നാണ് കോടതി ഒരു അനുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ മൊഴിയിലേക്ക് വരുമ്പോൾ ശാസ്ത്രജ്ഞർ ആ ഒരു ഉറപ്പിൽ ഉറച്ചു നിൽക്കുന്നില്ല. അവർ പറയുന്നത് അങ്ങനെ ആവാനുള്ള സാധ്യത, കാരണം ഇതിനകത്ത് ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഒരുപാട് വർഷങ്ങൾ പഴകിയ കാര്യങ്ങളാണ്. അപ്പോൾ വിശദമായ പരിശോധനയിൽ അവർക്ക് ഒരു കൃത്യമായ വ്യക്തമായ റിപ്പോർട്ടിലേക്ക് ഇതിലെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പാളികൾ മാറ്റിയതാണോ അതല്ല പഴയ പാളികളിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്ത ശേഷം അതേ പാളിയിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് വീണ്ടും ഈ ശബരിമലയിൽ കൊണ്ടുവച്ചതാണോ എന്നുള്ള കാര്യത്തിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിപ്പോൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവന്നത് യഥാർത്ഥ പാളികളാണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു SIT ശാസ്ത്രീയമായ പരിശോധന VSSC നടത്തിയത്. പക്ഷേ അതിൽ പോലും ഇപ്പോൾ അടിമുടി ആശയക്കുഴപ്പമാണ്. കുറ്റം എന്താണെന്ന് കണ്ടെത്താതെ കുറ്റപത്രം നൽകാൻ കഴിയില്ല. കുറ്റപത്രം നൽകിയില്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കും. മുരാരി ബാബു പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ എന്ന ആശങ്കയും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.